റാപ്പർ വേടനെ തൃപ്പൂണിത്തുറ പോലീസ് അറസ്റ്റ് ചെയ്തു. റാപ്പർ വേടന് കേരളത്തിലെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ അദ്ദേഹം പാട്ടുപാടി നടക്കുന്ന ഒരാൾ. ധാരാളം ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിന് മുമ്പിൽ ആടി തിമിർക്കുന്ന നമുക്ക് കാണാം. അത് റാപ്പറിൻ്റെ തുടക്കത്തിലെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞാൽ അത് ഹിറ്റായി. അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത്, അദ്ദേഹം തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് റാപ്പർ വേടൻ എന്ന് പറയുന്നത്. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കത്തില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം കഞ്ചാവിനെതിരായിട്ട് ശബ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റേജുകളിൽ അദ്ദേഹം പാടുന്നതിനിടയ്ക്ക് മക്കളെ നിങ്ങൾ കഞ്ചാവ് അടിച്ചു കളയില്ലേ, നിങ്ങളൊക്കെ പിശാചുക്കളാകും എന്നുവരെയൊക്കെ ഇങ്ങനെ കൂടെ നല്ല ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അയാളെ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അയാളുടെ ജീവിത രീതി, അയാൾക്ക് രണ്ട് മുഖമുണ്ട്. ഒന്ന് വെളിയിൽ കാണിക്കുന്ന ഈ മുഖവും, അയാൾ സ്ഥിരമായിട്ട് കഞ്ചാവ് അടിക്കുന്ന ആളാണ്. ഹൈബ്രിഡ് കഞ്ചാവ് തന്നെയാണ് അടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം ഇന്നലെ ഹിൽ പാലസ് പോലീസ് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ പോലീസ് റെയ്ഡ് ചെയ്തു. കാരണം അദ്ദേഹത്തിനെ കുറേ നാളുകളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ലഹരി മരുന്നിനെതിരായിട്ട് സംസാരിക്കുമെങ്കിലും പ്രവൃത്തിയും അദ്ദേഹവും സുഹൃത്തുക്കളും എല്ലാം ലഹരി മരുന്നിന് അടിമയാണെന്നായിരുന്നു ഇൻഫർമേഷൻ. അതിപ്പം കറക്റ്റായി. അദ്ദേഹത്തിൻ്റെ വസതി പോലീസ് റെയ്ഡ് ചെയ്തു. തൃപ്പൂണിത്തുറ SHO യേശുദാസ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. ഏകദേശം 7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. 8-9 ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ കഞ്ചാവ് അടിക്കാനും അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും റാപ്പർ വേടൻ്റെ കപടവേഷം എന്താണെന്ന് ഇപ്പം പോലീസിനും നാട്ടുകാർക്കും ജനങ്ങൾക്കും മനസ്സിലായി. ഇതുപോലെയുള്ള ധാരാളം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവർ ഓപ്പണായിട്ട് പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയും, അതോടൊപ്പം തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തിയും ചെയ്യുന്ന വളരെയധികം ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ പെടുത്തുന്ന ഒരാളാണ് റാപ്പർ വേടൻ എന്ന് അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എന്ന തൃശ്ശൂരുകാരൻ. അദ്ദേഹത്തിന് ഹിരൺദാസ് മുരളി ഒരു വേടൻ്റെ പാട്ട് പാടി റാപ്പർ കയറിയിരുന്ന് പാടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റാപ്പർ വേടൻ എന്നുള്ള പേര് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ജാമ്യം ലഭിക്കുമോ ഇല്ലെന്ന് അറിയില്ല. ഇതുപോലെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും പോലീസ് ജാമ്യം വെയിലബിൾ ആണെങ്കിലും അവരെ കോടതിയിൽ ഹാജരാക്കി വേണം വിടാൻ. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും അവർ സ്ഥിരമായി ഈ ലഹരി കഴിക്കുന്ന ആൾക്കാരാണ് എന്ന് ഓപ്പണായിട്ട് അവർ സമ്മതിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ തമ്മിൽ ഈ സിനിമയിൽ മുഖം കാണിക്കുകയും സിനിമയിൽ പലരും അഭിനയിക്കാൻ വരുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്നെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ ഒഴിച്ചുകൂടാൻ വയ്യാത്തത് എന്ത്? അവർ നല്ല ആർട്ടിസ്റ്റാണ്, അതൊക്കെ സംഭവിച്ചത്. പക്ഷേ അവർ മുഴുവൻ ലഹരിയുടെ പുറത്താണ് അവരുടെ പ്രവർത്തികൾ. പക്ഷേ ലഹരി വിറ്റ് കിട്ടുന്ന പണം സിനിമയിലെ പല ആൾക്കാർക്കും പണം തികയാതെ വരുമ്പം അവർക്ക് സംഭാവനയില്ല, അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പം വെളിയിൽ വരുന്ന വാർത്തകൾ. മലയാള സിനിമയിൽ ഏകദേശം കഴിഞ്ഞ വർഷം 2024 ശേഷം ഏകദേശം 40ഓളം സിനിമ വന്നതിൽ ഒരു സിനിമ എമ്പുരാൻ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നഷ്ടത്തിൽ പോയി. അങ്ങനെ നഷ്ടത്തിൽ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കടത്തിൻ്റെ പുറത്ത് കടമാണ്. അവർ മറ്റൊരു സിനിമ എടുക്കുക എന്ന് വിചാരിച്ച് അല്പസ്വല്പം കടം തിരിച്ചു പിടിക്കാമെന്നൊക്കെ ധാരണയിൽ വീണ്ടും തുടങ്ങും. അങ്ങനെയുള്ള സന്ദർഭം അവരുടെ കയ്യിൽ പണം ഉണ്ടാകില്ല. അങ്ങനെ പണമില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവരും അഭിനയിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ. കാരണം ആലപ്പുഴയിലെ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ഒരു ലേഡി, അവർ ഏകദേശം അവരുടെ കയ്യിൽ നിന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചത്. അപ്പോൾ അവർ അത് ആർക്കാണ് കൊടുക്കാൻ അല്ലെ പലർക്കുമായിട്ട് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ച് കൊണ്ടുവന്നത് എങ്കിലും അവർ ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ധാരാളം ഫോൺ കോളും തിരിച്ചും മറിച്ചും ക്യാഷ് ട്രാൻസ്ഫറും ഒക്കെ നടന്നിരിക്കുന്നു അവരുടെ മൊബൈൽ ഫോണിൽ. അതിൻ്റെ ആ കൂടെ ഉള്ളവരിൽ 2 പേര് ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും തന്നെയാണ്. അവർ തീർച്ചയായിട്ടും വളരെയധികം ഡ്രഗ്സുകൾ കച്ചവടം ചെയ്തതായിട്ടാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും
അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ നമ്മളിപ്പം കണ്ടല്ലോ, ഇപ്പം സമീർ താഹിറിൻ്റെ ആ ഫ്ലാറ്റിൽ നിന്ന് 2 പുതുമുഖ സംവിധായകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് ഖാലിദ് റഹ്മാനും അതോടൊപ്പം അഷ്റഫ് ഹംസയും. അവർ ഈ 2 സിനിമ അവർ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ചില സിനിമകളൊക്കെ പോപ്പുലറായി സിനിമകളാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും മലയാള സിനിമയിലെ ഇപ്പോൾ പുതുമുഖങ്ങളായി വന്നിരിക്കുന്ന സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അഭിനയ നേതാക്കളും എല്ലാവരും ലഹരിയുടെ ആ ഒരു ലോകത്താണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പായി. മലയാള സിനിമയിലെ ഈ ഇപ്പം വന്ന പുതുമുഖ നായകന്മാരെയും അതുപോലെയുള്ള സംവിധായകരെയും ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ധാരാളം കുട്ടികൾ മലയാളത്തിലുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നടപടി വേണം എന്ന് എന്നെപ്പോലുള്ളവർ പറയുന്നതിൻ്റെ കാരണം അതാണ്. കുട്ടികളെല്ലാം ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഈ റാപ്പർ വേടൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പല പാട്ടുകളിലും പല കുട്ടികളും മോഹിച്ച് അദ്ദേഹത്തിൻ്റെ റാപ്പറിൻ്റെ ആ പ്രോഗ്രാമിലെല്ലാം പോയി പങ്കെടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം അവരുടെ ചില നല്ല വശങ്ങളൊക്കെ ഉണ്ട് പാട്ടിൽ, പക്ഷേ അവരുടെ മോശം വശം എന്താണെന്ന് ഇപ്പം മനസ്സിലായി. അപ്പം അതുപോലെ ഒരാൾ ഇതുപോലെ ഫേമസ് ആകുന്നെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവോ അതുപോലെയുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ രംഗത്ത് തങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുള്ളൂ എന്നാണ് മലയാളത്തിലുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളൊക്കെ കരുതുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കണം, അതിശക്തമായ നടപടി ഉണ്ടാകണം. ഇവരൊക്കെ തീർച്ചയായിട്ടും കാരാഗ്രഹവാസം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മലയാള സിനിമയിൽ നന്നാക്കാനായിട്ടൊന്നും വരണ്ട. മലയാള സിനിമയുടെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന തീമുകളും സമൂഹത്തിലെ സാമൂഹ്യമായ തീമുകളൊക്കെ ഉപയോഗിച്ച് മലയാള സിനിമ വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തിയ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മെച്ചമായിട്ട് നിന്നാണ്. ബംഗാളിൻ്റെ ഒപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ രാജ്യാന്തര തലത്തിലും അതുപോലെ ഇന്ത്യയിലും അറിയപ്പെട്ടുകൊണ്ടിരുന്നു. സത്യജിത് റേയും മൃണാൾ സെനും ഒക്കെ ബംഗാളിൽ ഉയർന്നു നിൽക്കുമ്പോൾ മലയാളത്തിലെ അവരോട് കിടപിടിക്കുന്ന ധാരാളം സംവിധായകർ മലയാളത്തിലുണ്ടായിരുന്നു. ഇവിടെ അടൂർ ഗോപാലകൃഷ്ണനും ഫാസിലും അതുപോലെ തന്നെ ധാരാളം നല്ല ഡയറക്ടേഴ്സ് മലയാളത്തിലുണ്ട്. സാമൂഹിക പ്രസക്തിയുള്ള കഥകളാണ് അവർ വരുന്നത്. ഇവിടെ മറ്റത് അങ്ങനെയല്ല. കൊല്ലുന്നതും കൊലപാതകം എങ്ങനെ നടത്താമെന്നും എങ്ങനെ കഴുത്ത് വെട്ടാമെന്നും കാല് വെട്ടാമെന്നും എങ്ങനെ മനുഷ്യ ശരീരം കഷ്ണാക്കി മുറിക്കാമെന്നും അതെങ്ങനെ തെളിവ് നശിപ്പിക്കാമെന്നും പോലീസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഇങ്ങനെയുള്ള മാത്രം മലയാളത്തെ സംഭാവന ചെയ്ത ഒരു വിഭാഗം ആൾക്കാരാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാള സിനിമ നയിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അതുപോലെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കായും അമ്മയൊക്കെ ഇങ്ങനെയുള്ളവരെ പുറന്തള്ളി മലയാള സിനിമയ്ക്ക് നേരത്തെയുള്ള ആരോഗ്യകരമായ മേഖലയിലേക്ക് മലയാള സിനിമ വീണ്ടും സഞ്ചരിച്ച് വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.